بسم الله الرحمن الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والذين اقتدى بهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ അതിന്റെ തുടക്കഭാഗമാണ് ഇന്നലെ നാം സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി സത്യം ചെയ്തു. പരിശുദ്ധ ഖുർആൻ മുൻനിർത്തി സത്യം ചെയ്തു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ്, അവിടുത്തെ സ്ഥാനം വിവരിച്ചുകൊണ്ടും എതിരാളികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടും
യാസീൻ വൽ ഖുർആനിൽ ഹകീം, ഓ മഹാനായ നബിയെ, ഹകീമായ ഭദ്രമായ മഹത്തായ ഖുർആനിനെ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയം അവിടുന്ന് അല്ലാഹു നിയോഗിച്ചയച്ച മുർസലീങ്ങളിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞതിന് ശേഷം അലാ സിറാത്തിൻ മുസ്തഖീം, യാതൊരു വളവും വക്രതയും ഇല്ലാത്ത നേരെ നേരെയുള്ള സത്യമായ ആശയം ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ദീനിന്റെ മേലാണ്. തൻസീൽ അൽ അസീസ് റഹീം, ആ മഹത്തായ പരിശുദ്ധ ഖുർആൻ ഒരു വിരോധിക്കും എതിരാളിക്കും ഇന്നുവരെ ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത വിധം ഭദ്രമായ, യാതൊരു കടത്തിക്കൂട്ടലുകളും ഇല്ലാത്ത, എന്നും ലോകത്തിന്റെ മുമ്പിൽ ആശയരംഗത്ത് ഏറ്റവും സമ്പുഷ്ടമായി നിൽക്കുന്ന, ശ്രവണമധുരമായ, എപ്പോഴും ഏത് എതിരാളിയെയും ആശയപരമായി വെല്ലുവിളിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ, അത് ഉന്നതനായ അല്ലാഹു അവതരിപ്പിച്ചതാണ്. തൻസീൽ അൽ അസീസ് റഹീം, ആ റബ്ബ് സുബ്ഹാനഹു വ തആല മഹത്തായ കാരുണ്യം ചെയ്യുന്ന റബ്ബുമാണ് എന്ന് പഠിപ്പിച്ചതിന് ശേഷം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ, പരിശുദ്ധ ഖുർആൻ. ശേഷം സൂറത്ത് യാസീൻ പറയുന്നത് ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഈ ഖുർആൻ അവതരിപ്പിച്ചത്, തങ്ങളെ നിയോഗിച്ചത് ഒരു സമൂഹത്തിന് പ്രബോധനം നടത്താനാണ്. ആ പ്രബോധനം സത്യം അംഗീകരിക്കാത്തവർക്ക് അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും എന്ന താക്കീത്. ലിതുൻദിറ ഖൗമൻ, ഒരു സമൂഹത്തെ താക്കീത് ചെയ്യാൻ വേണ്ടി അങ്ങയെ നിയോഗിച്ചയച്ചിരിക്കുന്നു, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു. മാ ഉൻദിറ ആബാഉഹും, അവരുടെ പിതാക്കൾ, അവർക്ക് താക്കീത് നൽകപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ തൊട്ടടുത്ത തലമുറകൾ, ആ തലമുറക്ക് ഒരു താക്കീത് ചെയ്യുന്ന പ്രവാചകൻ വന്നിട്ടില്ല. ഫഹും ഗാഫിലൂൻ, അതിനാൽ അവർ സത്യം കണ്ടെത്തുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിഞ്ഞു പോയവരാ. അതിനാൽ അവർക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കുന്ന മഹാനായ പ്രവാചകനെ നിയോഗിക്കപ്പെടേണ്ടതുണ്ട്. ആ നിലക്ക് തന്നെയാണ് ആധികാരികമായി അങ്ങയെ അവരിലേക്ക് അയച്ചിട്ടുള്ളത്. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഇത് പറഞ്ഞതോടുകൂടി പരിശുദ്ധ ഖുർആൻ ഒരു സത്യം വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും സൃഷ്ടിച്ചു. ആ സത്താവായ റബ്ബ് മനുഷ്യർക്കാവശ്യമായ സർവ അനുഗ്രഹങ്ങളും ഇവിടെ ചൊരിച്ചു കൊടുത്തു. അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സർവ സംവിധാനങ്ങളും ഏർപ്പെടുത്തി കൊടുത്തു. ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും മനുഷ്യന് അല്ലാഹു അധീനപ്പെടുത്തി കൊടുത്തു. അങ്ങനെ വെള്ളവും വെളിച്ചവും വായുവും അതേ ഭക്ഷണവും എല്ലാം നൽകിയ റബ്ബ് അവരെ ഈ ലോകത്ത് എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി, മൃഗങ്ങളെപ്പോലെ പക്ഷികളെപ്പോലെ ജീവിക്കാൻ വേണ്ടി വിട്ടേച്ചു പോവുകയല്ല, അവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഒരു മഹാനായ പ്രവാചകനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യമായ പാതയിലൂടെ മനുഷ്യ സമൂഹത്തെ നയിക്കാൻ പറഞ്ഞേക്കുകയും ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സത്യമായ പാതയിലൂടെ ജനങ്ങളെ നയിക്കാൻ ഉതകുന്ന സർവ ഉപദേശങ്ങളും ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നത് പറഞ്ഞ ഉടനെ ഖുർആൻ പറയുകയാണ്, ലോകത്തുള്ള എല്ലാ കക്ഷികളും എത്ര തന്നെ തെളിവ് കിട്ടിയാലും മുഴുവൻ ആളുകളും നന്നാകും, ശരിപ്പെടും എന്ന ഒരു വിശ്വാസം ഉണ്ടാകുന്നതിന് അർത്ഥം ഇല്ല. നിങ്ങൾക്കറിയാം സൂറത്ത് യാസീൻ, ആ സൂറത്ത് യാസീൻ ഇറങ്ങാൻ തന്നെ ഉണ്ടായ സന്ദർഭം മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന്
ഖുർആൻ ഓതി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ആ നിസ്കരിക്കുന്ന സമയത്ത് ഖുർആനിലെ സുന്ദരമായ ആശയങ്ങൾ അറബി സാഹിത്യകാരന്മാരായിരുന്ന അവിടുത്തെ ബന്ധുക്കളും കുടുംബങ്ങളും നാട്ടുകാരുമായിരുന്ന ജനങ്ങൾ മക്കയിൽ നിന്ന് കേൾക്കുമ്പോൾ ഖുർആൻ ഏറ്റവും സുന്ദരമായ ആദർശങ്ങളാണ് പറയുന്നതെങ്കിലും അവരെപ്പോഴും തെമ്മാടിത്തവും തോന്നിവാസവും ധിക്കാരവും അക്രമവുമായി ജീവിക്കുന്നവരായതിനാൽ അവരുടെ ശാരീരിക ചാപല്യങ്ങൾ കടിമപ്പെട്ടുകൊണ്ടുള്ള അവരുടെ കുത്തഴിഞ്ഞ ജീവിതത്തിന് ഖുർആൻ പിന്തുണ നൽകുന്നില്ലെന്നും ആ കുത്തഴിഞ്ഞ ജീവിതത്തിൽ സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയുള്ള ഉപദേശങ്ങളാണ് ഖുർആനിൽ വന്നുകൊണ്ടിരിക്കുന്നതെന്നും ബോധ്യപ്പെട്ടപ്പോൾ ആ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സത്യത്തെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വിഭാഗം അവർ എത്രത്തോളം എത്തി? മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ അവർ പ്ലാൻ ചെയ്തു, തീരുമാനിച്ചു. അങ്ങനെ അബൂജഹൽ പറഞ്ഞു, ഞാൻ മുഹമ്മദിനെ കണ്ടാൽ ഞാൻ അവനെ അങ്ങനെ ശരിപ്പെടുത്തും, ഇങ്ങനെ ശരിപ്പെടുത്തും, ഞാൻ അവന്റെ തലയുടച്ചു കളയും എന്നൊക്കെ പറഞ്ഞു. മറ്റു ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തലക്ക് കല്ലുകൊണ്ട് കുത്താൻ കല്ലെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമിക്കാൻ വേണ്ടി അവർ തീരുമാനം കൈക്കൊണ്ടുകൊണ്ട് പ്രവർത്തന രംഗത്തിറങ്ങി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിക്കാൻ വേണ്ടി അങ്ങ് ചെന്നപ്പോൾ വൈദാ ഐദീഹിം മജ്മുഅത്തുൻ ഇലാ അനാഖിഹിം വൈദാ ബിഹിം ഉംയുൻ ലാ യുബ്സിറൂൻ. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അബൂ നുഐം റളിയല്ലാഹു അൻഹു ദലായിലുൻ നബുവയിൽ രേഖപ്പെടുത്തിയത് കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വന്ന കക്ഷികൾ അവരുടെ കയ്യിലുള്ള കല്ലടക്കം അവരുടെ കൈകൾ അവരുടെ കഴുത്തിലേക്ക് കൂച്ചി വിലങ്ങിട്ടതുപോലെ, കഴുത്തിലേക്ക് പിടിച്ച് കെട്ടപ്പെട്ടതുപോലെ കൈയൊന്നും ചെയ്യാൻ സാധിക്കാതെ വന്നുപോയി. എന്ന് മാത്രമല്ല, അവർക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ ഇപ്പൊ ശരിയാക്കും എന്ന് പറഞ്ഞ അബൂജഹലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയുന്നില്ല. അക്രമത്തിന് മുതിരാത്ത ജനങ്ങൾ അവരിങ്ങനെ ഹാദാ മുഹമ്മദ്, ഹാദാ മുഹമ്മദ്, മുഹമ്മദ് ഇവിടെ ഇതാ, മുഹമ്മദ് ഇവിടെ ഇതാ എന്ന് പറയുന്നു. ആ സമയത്ത് അബൂജഹലിന് കാണുന്നില്ല. ഐന ഹുവ, ഐന ഹുവ, എവിടെ 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 എന്ന് ചോദിക്കുന്നു. മുന്നിലുണ്ട്, കാണുന്നില്ല. മുന്നിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നില്ല. ആക്രമിക്കാൻ വേണ്ടി എടുത്ത കല്ല് അതാ കയ്യിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ട് കൈ കഴുത്തിലേക്ക് കൂച്ചി വിലങ്ങിട്ടതുപോലെ അങ്ങായിപ്പോയി. ആ സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീൻ ഇറങ്ങുന്നത്. സൂറത്ത് യാസീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു നിയോഗിച്ച പ്രവാചകരാണെന്നതിന് വ്യക്തമായ മുഅ്ജിസത്ത്, വ്യക്തമായ തെളിവ് അബൂജഹലടക്കമുള്ള ശത്രുക്കൾക്ക് നേരിൽ ബോധ്യപ്പെടുന്ന വിധം അവിടെ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഖുർആൻ പറയുകയാണ്, ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. അശ്രദ്ധയിലുള്ള ജനങ്ങൾക്ക് താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് ഓ നബിയെ തങ്ങളിലേക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അവരുടെ പിതാക്കൾക്ക് താക്കീത് ചെയ്യുന്നൊരു പ്രവാചകൻ വന്നിട്ടില്ല. പക്ഷേ ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, വ്യക്തമായ തെളിവുകൾ അവിടുന്ന് നിയോഗിക്കപ്പെട്ട റസൂലാണെന്നതിന് ഉണ്ട്. പക്ഷേ ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം, അവരിൽ ബഹുഭൂരിപക്ഷത്തിന്റെ മേലും അള്ളാഹുവിന്റെ വചനം ബന്ധമായിരിക്കുന്നു, അർഹമായിരിക്കുന്നു. അറിയാമല്ലോ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കാൻ വേണ്ടി അല്ലാഹു തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇൽമ് മലക്കുകളടക്കമുള്ള സമൂഹത്തിന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം ആ ആദം നബിയെ ബഹുമാനിക്കാൻ അല്ലാഹു തആല നിർദ്ദേശിച്ചപ്പോൾ സന്മാർഗത്തിൽ മാത്രം നീങ്ങുന്ന അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന മലക്കുകൾ മുഴുവനും സുജൂദ് ചെയ്തെങ്കിലും അവിടെ ഒരു അഹങ്കാരി ഉണ്ടായിരുന്നു. ആ അഹങ്കാരിയായ ഇബ്ലീസ് സുജൂദ് ചെയ്യാതെ മാറി നിന്നു. കാരണം ചോദിച്ചപ്പോൾ അവൻ പടച്ചവനെ ചോദ്യം ചെയ്യുന്ന അഹങ്കാരത്തിന്റെ മറുപടി പറഞ്ഞു,
അതോടുകൂടി തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇൽമുള്ള മഹാനാണെങ്കിലും അതേ അല്ലാഹ് ബഹുമാനിച്ച വ്യക്തിയാണെങ്കിലും നിസ്സാരപ്പെടുത്തി സംസാരിച്ചു. ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, പോടാ പുറത്ത് എന്ന് പറഞ്ഞ് നല്ല സമൂഹത്തിൽ നിന്ന്, നല്ലവർ ജീവിക്കുന്ന രംഗത്ത് നിന്ന്, നല്ല മഹാന്മാരുടെ കൂടെ ജീവിക്കുന്നതിൽ നിന്ന് അവനെ പുറത്താക്കിയപ്പോൾ ഇബ്ലീസ് അവിടെ വെച്ച് പറഞ്ഞിരുന്നു ഒരു കാര്യം, പടച്ച റബ്ബേ ലൗയന്നഹും അജ്മഈൻ, ആദമിന്റെ സന്തതികളെ ഞാൻ പിഴപ്പിക്കും, എല്ലാവരെയും ഞാൻ പിഴപ്പിക്കും. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിഷ്കളങ്കരായ നിന്റെ അടിമകളെ ഞാൻ പിഴപ്പിക്കാൻ എനിക്ക് കഴിയില്ല, അല്ലാത്തവരെയൊക്കെ ഞാൻ പിഴപ്പിക്കുമെന്ന് അവനൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു കലിമത്തുണ്ട്. അതെന്താണ്? അതേ ലഅംലഅന്ന ജഹന്നം, അതേ നീയും നിന്നെ പിന്തുടരുന്ന കക്ഷികളും നിങ്ങൾക്ക് ഞാൻ നരകം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്കും നിന്നെ പിന്തുടരുന്നവർക്കും ജഹന്നമുണ്ട്, ആ ജഹന്നമിൽ നിങ്ങളെ കൊണ്ട് നിറക്കുമെന്ന് അപ്പോൾ തന്നെ അല്ലാഹു തആല പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ കലിമത്ത് അർഹതപ്പെട്ടു പോയ ചില ആളുകളുണ്ട്. അവരെന്നും പിശാചിന്റെ അടിമകളായി, പിശാചിന് വഴിപ്പെടുന്നവരായി, ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തവരായി, ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കാത്തവരായി, നന്മയിലേക്ക് വിളിക്കുമ്പോൾ പുറം തിരിഞ്ഞു നിൽക്കുന്നവരായി അവരെന്നും നീങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആ കക്ഷികളിൽ പെട്ടവരാണ് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം, ഓ നബിയേ, തങ്ങളുടെ മുഅ്ജിസത്തുകൾ കണ്ടിട്ടുള്ള അബൂജഹലും ഉത്ബത്തും ശൈബത്തും തുടങ്ങി ഇപ്പോൾ ഇവിടെയുള്ള കക്ഷികൾ, അവരിൽ ബഹുഭൂരിപക്ഷവും സത്യത്തിലേക്ക് വരുന്നവരല്ല, അവര് ശിക്ഷിക്കപ്പെടാനുള്ള ആ പ്രഖ്യാപനത്തിന് അർഹരായ കക്ഷികളാണ്. ഫഹും ലാ യുഅ്മിനൂൻ, അവർ എത്ര ദൃഷ്ടാന്തം കണ്ടാലും എത്ര തെളിവ് കിട്ടിയാലും അവർ വിശ്വസിക്കൂല നബിയേ. ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം അഗ്ലാലൻ ഫഹിയ ലിൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ, അതേ വലിയ ചങ്ങലകൾ, ആ ചങ്ങലകൾ കൊണ്ട് കൈകൾ കഴുത്തിലേക്ക് പിടിച്ച് കൂച്ചി വിലങ്ങിട്ട്, കൈകൾ പിടിച്ച് കെട്ടിയിട്ട്, ആ ചങ്ങലകൾ താടിയെല്ല് വരെ ഇരുമ്പിന്റെ ചങ്ങലകൾ നിലനിൽക്കുന്നതിനാൽ തല താഴ്ത്താൻ കഴിയാതെ തല ഇങ്ങനെ പൊക്കി നിന്നിട്ട് എങ്ങനെയാണ് നടക്കേണ്ടത്, നടക്കുന്ന സ്ഥലത്ത് എന്താണ് എനിക്ക് പ്രയാസമുള്ളത്, നടക്കേണ്ടത് ഏത് ഭാഗത്തേക്കാണെന്ന് നോക്കാൻ കഴിയാതെ തല ഇങ്ങനെ പൊക്കി നിൽക്കുന്ന കക്ഷികൾ. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദം വമിൻ ഖൽഫിഹിം സദ്ദാ, വഴിയറിയാൻ നേരെ മുന്നിൽ നന്മയിലേക്ക് ചെന്നടുക്കാനുള്ള തടസ്സം അഥവാ വിജ്ഞാനത്തിന്റെ പ്രകാശത്തിന് പകരം ചിന്തയില്ലായ്മയുടെ, ബുദ്ധിശൂന്യതയുടെ, അറിവില്ലായ്മയുടെ ഇരുട്ടാകുന്ന മറ കൊണ്ട് മുൻഭാഗത്ത് തടസ്സമാണവർക്ക്. വമിൻ ഖൽഫിഹിം സദ്ദാ, അവരെ പിന്നിലും അതേ വെളിച്ചം നൽകുന്നതിലേക്ക് ചെന്നെത്താൻ കഴിയാതെ അതേ അറിവ് കേടിന്റെ, വിവരക്കേടിന്റെ, ചിന്താശൂന്യതയുടെ, ഇരുട്ടിന്റെ സദ്ദാണ്, മറയാണ്. ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ, അതുകൊണ്ട് ഇരുളുകളാകുന്ന അറിവ് കേടിന്റെ ഇരുളുകളെ കൊണ്ട് അവരെ നമ്മൾ പൊതിഞ്ഞിരിക്കുന്നു. അവർക്കൊന്നും കാണേണ്ടത് കാണാൻ കഴിയാത്തവരായി, ചിന്തിക്കേണ്ടത് ചിന്തിക്കാൻ കഴിയാത്തവരായി, ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കാൻ കഴിയാത്തവരായി അവരതപ്പതിച്ചു പോയിരിക്കുന്നു. ഫഹും ലാ യുബ്സിറൂൻ.
അങ്ങനെയുള്ളൊരു സമൂഹമാണ് അങ്ങയ്ക്ക് മുമ്പിലുള്ളത്. പറഞ്ഞതുപോലെ തന്നെ അന്ന് ആ സമയത്ത് അവിടെ കൂടെയുണ്ടായിരുന്ന കക്ഷികൾ ഫലം യുമിൻ മിൻ ദാലിക നഫരി അഹദുൻ, ചരിത്രം രേഖപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കല്ലുമെടുത്ത് നബി തങ്ങളെ ആക്രമിക്കാൻ വന്ന ആ സമൂഹത്തിൽ നിന്ന് ഒരൊറ്റ മനുഷ്യനും പിന്നെ സന്മാർഗം പ്രാപിച്ചിട്ടില്ല, ഈമാൻ അവർക്ക് ലഭിച്ചിട്ടില്ല. ഇനിയും നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, അവിടെ ഒരു കാര്യം കൂടി റബ്ബ് പറയുകയാണ്, സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ഓ നബിയെ, അങ്ങയെ അല്ലാഹു തആല നിയോഗിച്ചയച്ചത് സന്മാർഗം കാണിക്കാനാണ്, പഠിപ്പിക്കാനാണ്. അത് ഉൾക്കൊള്ളാത്തവർക്ക് പടച്ച റബ്ബിന്റെ അടുക്കൽ വളരെ പ്രയാസപൂർണമായ, വളരെ ബുദ്ധിമുട്ടുള്ള ശിക്ഷയുണ്ടെന്ന് താക്കീത് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ അതിന്റെ പേരിൽ അവരത് സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും തങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങയ്ക്ക് പ്രതിഫലത്തിനൊരു കുറവുമില്ല, അങ്ങയുടെ മഹത്വം വർദ്ധിക്കുന്നതിനൊരു ചുരുക്കവുമില്ല. തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തേക്ക് ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചാൽ പടച്ച റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. പക്ഷേ ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. തങ്ങൾ താക്കീത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം തുല്യമാണ്. ലാ യുഅ്മിനൂൻ, അവര് സത്യം വിശ്വസിക്കൂല, സത്യത്തിലേക്ക് അവര് വരൂല. അർത്ഥവത്തായൊരു വാചകമാണത്. സവാഉൻ അലൈക എന്നല്ല അല്ലാഹു പറഞ്ഞത്. ഓ നബിയെ, തങ്ങൾ താക്കീത് ചെയ്താലും ചെയ്തില്ലെങ്കിലും തങ്ങൾക്കൊരുപോലെയാണെന്നല്ല പറഞ്ഞത്. കാരണം തങ്ങൾ താക്കീത് ചെയ്യുന്നതിന് വേണ്ടി, തങ്ങൾ പ്രബോധന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി, സത്യത്തിന്റെ പ്രചരണത്തിന് വേണ്ടി തങ്ങൾ എത്ര ചലനം നടത്തുന്നുണ്ടോ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ടോ, ഏതെല്ലാം തെറികൾ കേൾക്കുന്നുണ്ടോ, ഏതെല്ലാം അക്രമങ്ങൾ നേരിടുന്നുണ്ടോ, എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ടോ, എന്തെല്ലാം യാത്രകൾ ചെയ്യുന്നുണ്ടോ, എന്തെല്ലാം പ്രയാസങ്ങൾ നേരിടുന്നുണ്ടോ, അവിടുന്ന് എന്തെല്ലാം ചെയ്യുന്നുണ്ടോ, അതിനെല്ലാം പടച്ച റബ്ബിന്റെ അടുക്കൽ അങ്ങയ്ക്ക് സ്ഥാനം വർദ്ധിക്കുന്നുണ്ട്, അങ്ങയ്ക്ക് പവർ വർദ്ധിക്കുന്നുണ്ട്, അങ്ങയ്ക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തങ്ങൾ വെറുതെ ഇരുന്നാലും അതുപോലെ പ്രബോധന പ്രവർത്തനം നടത്തിയാലും തങ്ങൾക്കൊരുപോലെയല്ല. തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിനെല്ലാം അങ്ങയ്ക്ക് പ്രതിഫലമുണ്ട്. അതേ സമയത്ത് അപ്പുറത്തിരിക്കുന്ന കക്ഷികൾ, അതേ നബിയെ, അങ്ങയുടെ ശത്രുഭാഗത്തിരിക്കുന്ന കക്ഷികൾ, ചിന്തിക്കാൻ തുനിയാത്ത, ആലോചിക്കാൻ തുനിയാത്ത ആ കക്ഷികൾ സവാഉൻ അലൈഹിം, അവർക്ക് സമമാണ്, അവരെ സംബന്ധിച്ചിടത്തോളം തുല്യമാണ്. അൻദർതഹും അം ലം തുൻദിർഹും, തങ്ങൾ താക്കീത് ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്തേ ലാ യുഅ്മിനൂൻ. പടച്ച റബ്ബ് നരകത്തിന് വേണ്ടി തന്നെ, അഥവാ നരകത്തിലാകുമെന്നവന്റെ തീരുമാനത്തിൽ, അവന്റെ അറിവിൽ നേരത്തെ തന്നെ അറിയുന്ന കക്ഷികൾ ഒരിക്കലും സന്മാർഗം ചിന്തിക്കൂല, അല്പവും ഞങ്ങൾ ആ ഭാഗം തിരിഞ്ഞു നോക്കൂല എന്ന് തീരുമാനിച്ച ഈ കക്ഷികൾ അവർക്ക് എന്ത് ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്താലും അവർക്ക് തുല്യമാണ് നബിയേ. അങ്ങനൊരു കൂട്ടര് അന്ത്യനാൾ വരെ ഈ ലോകത്തുണ്ടാകും. എത്ര തെളിവ് പറഞ്ഞു കൊടുത്താലും തെളിഞ്ഞിട്ടില്ലെന്ന് പറയുന്നവർ, എത്ര തെളിവ് കാണിച്ചു കൊടുത്താലും അത് തെളിവല്ലെന്ന് പറയുന്നവർ, അതേ തെളിഞ്ഞിട്ടില്ലെന്ന് വാദിക്കുന്നവർ, അങ്ങനെ സത്യത്തിന്റെ വിരോധികളായി ഒരു കൂട്ടര് നിങ്ങൾ എത്ര തന്നെ പ്രബോധന പ്രവർത്തനം നടത്തിയാലും ഇവിടെ ഉണ്ടാകും നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും തങ്ങളുടെ അനുയായികളിൽപ്പെട്ട അവിടുത്തെ അനന്തരക്കാരായ ആലിമീങ്ങൾക്കും വലിയ ഒരു വിഷയമാണ് അല്ലാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ബാധ്യതയാണ്
നിങ്ങൾക്ക് തന്ന ദൗത്യം നിർവഹിക്കണമെന്നത്. അവിടെ മറ്റുള്ളവർ നന്നാകുമോ ഇല്ലേ, അത് നിങ്ങൾ നോക്കേണ്ട കാര്യമല്ല, നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയമല്ല, നിങ്ങളോടത് നോക്കാൻ പറഞ്ഞിട്ടുമില്ല. അവരിൽ ഒരു കൂട്ടരെപ്പോഴും എത്ര പറഞ്ഞാലും നന്നാകാത്തവരുണ്ടാകും. സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും. അതേ സമയത്ത് നിങ്ങളെ നിയോഗിച്ച് പറഞ്ഞയച്ചതാണ് ഇന്നക ലമിനൽ മുർസലീൻ. തങ്ങൾ അയക്കപ്പെട്ട വ്യക്തിയാണ്. എന്തിനാണ് പറഞ്ഞയച്ചത്? സമൂഹം സ്വീകരിക്കുന്നവരാകട്ടെ സ്വീകരിക്കാത്തവരാകട്ടെ, അത് തങ്ങൾ നോക്കേണ്ടതില്ല. തങ്ങളെ ഏതൊരു ദൗത്യവും കൊണ്ടാണോ നിയോഗിച്ചയച്ചത്, ആ അയക്കപ്പെട്ട ദൗത്യം അവിടുന്ന് അങ്ങ് നിർവഹിച്ചേക്കണം. സത്യം തുറന്ന് പറഞ്ഞേക്കണം. അതിന് തെളിവുകൾ കാണിച്ചു കൊടുത്തേക്കണം, ദൃഷ്ടാന്തങ്ങൾ പ്രകടിപ്പിച്ചു കൊടുത്തേക്കണം. അവിടുത്തേക്ക് ഏൽപ്പിക്കപ്പെട്ടതൊക്കെ അവിടുന്ന് അങ്ങ് ചെയ്തേക്കണം. അല്പവും വിഷമിക്കേണ്ടതില്ലല്ലോ. അലാ സിറാത്തിൻ മുസ്തഖീം, തങ്ങൾ നേരെ ചൊവ്വയുള്ള വഴിയിലാണല്ലോ. അങ്ങേക്ക് ഒരു മനസ്സാക്ഷി കുത്തുമില്ലല്ലോ. കാരണം ഞാൻ അംഗീകരിക്കുന്നത് സത്യമാണ്, ഞാൻ പറയുന്നത് സത്യമാണ്, ഞാൻ ജനങ്ങളെ ക്ഷണിക്കുന്നത് സത്യത്തിലേക്കാണ്, ഞാൻ ഉൾക്കൊള്ളുന്നത് സത്യമാണ്. ഇത് ഉറപ്പിച്ചുകൊണ്ട് നേരായ മാർഗത്തിലേക്ക് ജനങ്ങൾക്ക് പ്രബോധന പ്രവർത്തനം നടത്തുമ്പോൾ അറിയാമല്ലോ, അസീസും റഹീമുമായ അല്ലാഹ്, അതേ ഉന്നതനായ റബ്ബ്, കാരുണ്യം ചെയ്യുന്ന റബ്ബ്, അവന്റെ ഔന്നത്യം കൊണ്ട് ഏത് നടപടിയും സ്വീകരിക്കാൻ അവന് കഴിയും. പക്ഷേ അവന്റെ കാരുണ്യം അവന്റെ കോപത്തെ മറികടക്കുന്ന കാരുണ്യമാണ്. അതുകൊണ്ട് പെട്ടെന്നവൻ ശിക്ഷ നടപ്പാക്കിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള റബ്ബിന്റെ പ്രതിനിധിയല്ലേ അവിടുന്ന്. അതുകൊണ്ട് തന്നെ അതറിവില്ലാത്ത ജനങ്ങൾ കുറെ ഉണ്ട്. ആ ജനങ്ങളുടെ പിതാക്കൾക്കൊന്നും താക്കീത് നൽകാൻ ഒരു പ്രബോധകൻ വന്നിട്ടില്ല. അതുകൊണ്ട് തങ്ങൾ പ്രബോധന പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങണം. അങ്ങനെ നീങ്ങുമ്പോൾ എല്ലാവരും നന്നാകും, അങ്ങനെ ധരിക്കേണ്ടതില്ല. ഒരു കൂട്ടരെന്തായാലും നന്നാകൂല എന്ന് ഉറപ്പിച്ചു വെച്ചോ നബിയേ. പക്ഷേ അതിന്റെ പേരിൽ അവിടുന്ന് പഠിപ്പിക്കേണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റൂല, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കാൻ പറ്റൂല. ഏൽപ്പിക്കപ്പെട്ട ദൗത്യം കൃത്യമായി നിർവഹിക്കപ്പെടണം. അതിന് ഒരു മടിയും തോന്നാൻ പാടില്ല. ആരെങ്കിലും നന്നായില്ലെങ്കിൽ നിരാശ തോന്നാനും പാടില്ല. അത് റബ്ബിന്റെ തീരുമാനത്തിന് വിട്ടേക്കണം. അവിടുന്ന് അവിടുത്തേക്ക് ഏൽപ്പിച്ച ദൗത്യമങ്ങ് നിർവഹിച്ചേക്കണം. ഓ സുഹൃത്തുക്കളെ, ലോകം മുഴുക്കെ അന്ത്യനാൾ വരെ സത്യത്തിന്റെ പ്രബോധകരായി പ്രവർത്തിക്കുന്ന മുഴുവൻ പണ്ഡിതന്മാർക്കും സൂറത്ത് യാസീൻ സർവ പ്രബോധകന്മാരുടെയും നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബോധനം ചെയ്തുകൊണ്ടുള്ള ഈ വാക്യങ്ങളിലൂടെ ധൈര്യം പകരുകയാണ്, ധൈര്യം നൽകുകയാണ്. പണ്ഡിതന്മാർക്ക്, ദീനീ പ്രബോധന പ്രവർത്തനം നടത്തുന്ന പ്രവർത്തകന്മാർക്ക്, ദീനിന് വേണ്ടി അധ്വാനിക്കുന്നവർക്ക്, ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക്, ശത്രുക്കളുടെ കുത്തും വെട്ടും കൊള്ളുന്നവർക്ക്, തെറികളും ചീത്തകളും കേൾക്കുന്നവർക്ക്, ഒരുപാട് പ്രയാസങ്ങൾ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം കുറ്റവും കുറവും പറയാനുണ്ടോ അത് മുഴുവനും അതാ സത്യത്തോട് ഒരു കൂറും പുലർത്താതെ പറഞ്ഞ് പരത്തുന്നവർ, അങ്ങനെയുള്ള ഏത് കക്ഷികൾ ഏത് കൂട്ടത്തിലുണ്ടായിരുന്നാലും അതൊന്നും തന്നെ നിങ്ങൾ വിലവെക്കേണ്ടതില്ല. നിങ്ങൾ നേരായ മാർഗത്തിൽ പ്രബോധന പ്രവർത്തനങ്ങളുമായി ആർക്കാണോ വിവരമില്ലാത്ത ജനങ്ങളുള്ള പ്രദേശങ്ങൾ ഏതാണോ, വിവരമില്ലാത്ത ജനങ്ങൾ അതാ പ്രവർത്തിക്കുന്ന മേഖലകൾ എവിടെയാണോ, അങ്ങനെ കാര്യം മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് മനസ്സിലാകാൻ ഉതകുന്ന വിധം പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങണം. സൂറത്ത് യാസീൻ തുടക്കത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധൈര്യവും നൽകി. പിൻഗാമികളായ അനുയായികളായ പണ്ഡിതന്മാർക്ക് ധൈര്യം നൽകി. അവർക്കതാ പ്രബോധനത്തിന് പ്രചോദനം നൽകുകയാണ്. ഇവിടെ പറഞ്ഞൊരു വാചകം ഞാനൊന്ന് നിങ്ങളെ ശ്രദ്ധയിൽ പ്രത്യേകം ഉൾപ്പെടുത്തട്ടെ. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. നബിയേ, തങ്ങൾ പ്രബോധനം ചെയ്യുന്ന മക്കയിലുള്ള ഈ കക്ഷികൾ അവരുടെ പിതാക്കൾക്ക് താക്കീത് ചെയ്യുന്ന ഒരു പ്രവാചകൻ
വന്നിട്ടില്ല നബിയേ. ഓ സഹോദരന്മാരെ, ഇവിടെ ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും, ഇതിന് ഇമാം റാസിയൊക്കെ രണ്ട് നിലക്ക് തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. പൂർവീകരായ ആളുകൾക്ക് താക്കീത് ചെയ്യപ്പെട്ട അതേ വിഷയം തന്നെ താക്കീത് ചെയ്യാൻ എന്നൊരു തഫ്സീറുണ്ട്. മറ്റൊന്ന് താക്കീത് ചെയ്യപ്പെടാത്ത സമൂഹത്തിന് താക്കീത് ചെയ്യാൻ അങ്ങനെയും ഒരു വ്യാഖ്യാനമുണ്ട്. രണ്ട് വ്യാഖ്യാനവും തമ്മിൽ എതിരില്ലെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് ചെയ്യുന്ന, പ്രബോധനം നടത്തുന്ന കക്ഷികൾ അവരുടെ കുറെ മുമ്പുള്ള കക്ഷികൾക്ക്, വളരെ അപ്പുറമുള്ള കക്ഷികൾക്ക് താക്കീത് ചെയ്യുന്ന വ്യക്തികൾ വന്നിരുന്നു. പക്ഷേ പിൽക്കാലത്തുള്ളവർക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് അവരുടെ പിതാക്കന്മാരിലും അവരുടെ സമകാലീനരിലും ഒരു പ്രവാചകനും വന്നിട്ടില്ല. അതിനാൽ പ്രവാചകന്മാര് നിയോഗിക്കപ്പെടാതെ അതാ സത്യത്തിൽ നിന്ന് അകന്നുപോയൊരു സമൂഹത്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം നടത്തുന്നത്. ഇവിടെ എന്താണ് ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്? നമ്മൾ അറിയണം, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പ അബ്ദുല്ലാ, അതുപോലെ തന്നെ ഉമ്മ ആമിന റളിയല്ലാഹു അൻഹുമാ, ഈ രണ്ട് മഹാന്മാരും ജീവിച്ചിരുന്ന കാലം, ആ കാലത്ത് ഒരു റസൂലും അതാ ഖുറൈശികൾക്ക്, അവിടെയുള്ള ജനങ്ങൾക്ക് വന്നിട്ടില്ലെന്ന് ഖുർആൻ ഇവിടെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പയും ഉമ്മയും ജീവിച്ച കാലം, അക്കാലഘട്ടത്തിൽ ഒരു റസൂല് മക്കയിൽ വന്നിട്ടില്ല, മദീനയിൽ വന്നിട്ടില്ല, അവിടെ ഹിജാസിൽ വന്നിട്ടില്ല. ഖുറൈശികൾക്കൊരു പ്രബോധനം നടത്തുന്ന നബിയും റസൂലും വരാത്തത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പയും ഉമ്മയും ജീവിച്ച കാലം, ആ കാലഘട്ടത്തിന് പറയുക ഫത്രത്തിന്റെ കാലമെന്നാണ്. അമ്പിയാക്കൾ മുർസലീങ്ങൾ വരാത്ത കാലം, ആ കാലഘട്ടത്തിൽ ജീവിച്ച ബാപ്പയും ഉമ്മയും അവര് പടച്ച റബ്ബിന്റെ അടുക്കൽ ശിക്ഷിക്കപ്പെടുമോ? ഒരിക്കലും ശിക്ഷിക്കപ്പെടുകയില്ല. ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പയും ഉമ്മയും ശിക്ഷിക്കപ്പെടുകയില്ല, നരകത്തിൽ കടക്കുകയില്ല. അവരെ മോശക്കാരായി ചിത്രീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. കാരണം പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ. ഓ നബിയേ, പ്രബോധനം ചെയ്യാൻ വേണ്ടി, നന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, നന്മ സ്വീകരിക്കുന്നവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി, തിന്മയുമായി മുന്നേറുന്നവർക്ക് താക്കീത് ചെയ്യാൻ വേണ്ടി ഒരു പ്രവാചകനെ നിയോഗിച്ചയക്കാതെ നമ്മൾ ആരെയും ശിക്ഷിക്കൂല നബിയേ. ഖുർആൻ വ്യക്തമായി പറയുകയാണ്, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ. ഒരു റസൂലിനെ താക്കീത് ചെയ്യാൻ പറഞ്ഞേക്കാതെ ഒരിക്കലും തന്നെ ജനങ്ങളെ നമ്മൾ ശിക്ഷിക്കൂല നബിയേ. ആകയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗർഭത്തിലുള്ള സമയത്ത്, അല്ലെങ്കിൽ അവിടുന്ന് ചെറിയ പിഞ്ചു കുട്ടിയായിരുന്ന കാലത്ത് മരണപ്പെട്ടുപോയ ബാപ്പയെ, മരണപ്പെട്ടുപോയ ഉമ്മയെ അല്ലാഹു തആല ശിക്ഷിക്കുകയില്ലെന്നും അവർ നരകത്തിൽ കടക്കുകയില്ലെന്നും അവർ വിജയിച്ചവരുടെ ലിസ്റ്റിലാണെന്നും പരിശുദ്ധ ഖുർആൻ വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ എന്ന ആയത്ത് കൊണ്ട് പഠിപ്പിക്കുന്നു. ഓ സുഹൃത്തുക്കളെ, സൂറത്ത് യാസീനിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും. തങ്ങൾ താക്കീത് ചെയ്യുന്ന ഈ സമൂഹം, പ്രബോധിതരായ സമൂഹം, അവരുടെ ബാപ്പമാർക്ക് താക്കീത് ചെയ്യാൻ ഒരു റസൂല് വന്നിട്ടില്ല. സൂറത്ത് യാസീൻ വ്യക്തമായി പറയുകയാണ്. അത് തന്നെ നിങ്ങൾക്ക് കാണാം പരിശുദ്ധ ഖുർആനിൽ സബഅ് സൂറത്തിലും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വമാ തൈനാഹും മിൻ കുതുബിൻ യദ്റുസൂനഹാ വമാ അർസൽനാ ഇലൈഹിം ഖബ്ലക മിൻ നദീർ. അവർക്ക് പഠിക്കാൻ ഒരു ഗ്രന്ഥമോ, വമാ അർസൽനാ ഇലൈഹിം ഖബ്ലക മിൻ നദീർ, തങ്ങൾക്ക് മുമ്പ് താക്കീത് ചെയ്യുന്ന ഒരു റസൂലോ നമ്മൾ അയച്ചിട്ടില്ല നബിയേ.
ഇത് തന്നെ സുഹൃത്തുക്കളെ ഖസസ് സൂറത്തിലും അല്ലാഹു പറയുന്നുണ്ട്, ലിതുൻദിറ ഖൗമൻ മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക ലഅല്ലഹും യതദക്കറൂൻ. ഇത് തന്നെ സൂറത്തു സജദയിലും അല്ലാഹു പറയുന്നുണ്ട്, ബൽ ഹുവൽ ഹഖ്ഖു മിർ റബ്ബിക ലിതുൻദിറ ഖൗമൻ മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക ലഅല്ലഹും യഹ്തദൂൻ. ആകയാൽ ആവർത്തിച്ച് ഖുർആൻ പറയുന്ന ഒരാശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻഗാമികളായ ജനങ്ങൾക്ക് താക്കീത് ചെയ്യാൻ ഒരു റസൂല് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ച് വ്യക്തമായി ഖുർആൻ ആവർത്തിച്ച് പറയുന്നതിന്റെ പുറമെ അതേ ഖുർആൻ പറയുകയാണ്, മഹാനായ ഇമാം സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാപ്പയും ഉമ്മയും നരകത്തിലല്ല, അവർ വിജയിച്ചവരാണെന്ന് പറഞ്ഞുകൊണ്ടൊരു കിതാബ്, ഒരുപാട് കിതാബ് രചിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞു, അൽ ഹുക്മു ഫീ അബവൈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹുമാ നാജിയാനി വലൈസാ ഫിന്നാർ. അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പയും ഉമ്മയും ഒരിക്കലും നരകത്തിലല്ല, അവർ രണ്ടുപേരും വിജയികളാണ്. സറഹ ബിദാലിക ജംഉം മിനൽ ഉലമായി, ധാരാളം പണ്ഡിതന്മാർ അത് വ്യക്തമായി പറഞ്ഞതാണ്. വലഹും ഫീ തഖരീരി ദാലിക മസാലികു, അത് സമർത്ഥിക്കാൻ മഹാന്മാരായ ഇമാമിങ്ങൾ ഒരുപാട് തെളിവുകൾ പറഞ്ഞിട്ടുണ്ട്. അൽ മസ്ലകുൽ അവ്വലു, ഒന്നാമതായി ആ മഹാപണ്ഡിതന്മാരായ ഇമാമിങ്ങൾ സമർത്ഥിക്കുന്നത്, അന്നഹുമാ മാതാ ഖബ്ലൽ ബിസതി വലാ തഅദീബ ഖബ്ലഹാ ലിഖൗലിഹി തആല വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ. ഇമാമിങ്ങൾക്ക് അതിന് തെളിവ് അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പയും ഉമ്മയും രക്ഷപ്പെട്ട മഹാന്മാരാണ് എന്നതിന് ഇമാമിങ്ങൾക്ക് തെളിവ് പരിശുദ്ധ ഖുർആനാണ്. ഇമാം സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ, റസൂലിനെ പറഞ്ഞേക്കുന്നത് വരെ പറഞ്ഞേക്കാതെ ഒരാളെയും നമ്മൾ ശിക്ഷിക്കൂല എന്ന് അല്ലാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പയും ഉമ്മയും നരകത്തിലാണെന്ന് പറയാൻ ഒരു നിർവാഹവും ഖുർആൻ സ്വീകരിക്കുന്നവർക്കില്ല. അതേ ഇമാം സയ്യിദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. ഇത് തന്നെ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ഇമാം സുയൂത്തിയും തന്നെ പരിശുദ്ധമായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസും അവിടെ ഉദ്ധരിക്കുന്നു, വഇസ്ത മിൻ ഖൈരി ഖുറൂനി ബനി ആദമ ഖർനൻ ഫഖർനൻ ഹത്താ കുന്തു മിനൽ ഖർനിൽ ലദീ കുന്തു ഫീഹി. ബുഖാരിയിലെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് നല്ല നല്ല സമൂഹത്തിലായി ഞാനുള്ള സമൂഹത്തിൽ അല്ലാഹു തആല എന്നെ നല്ലവരിലൂടെ അതാ നിയോഗിച്ചിരിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ടെങ്കിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ വലദി ഇസ്മാഈൽ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളിൽ നിന്ന് അല്ലാഹു തആല കിനാനത്ത് എന്ന് പറയുന്ന ഗോത്രത്തെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വസ്തഫാ ഖുറൈശൻ മിൻ കിനാന, ആ കിനാനയിൽ നിന്ന് ഖുറൈശികളെ അതാ അല്ലാഹു തആല തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വസ്തഫാ മിൻ ഖുറൈശിൻ ബനി ഹാശിം, ഖുറൈശികളിൽ നിന്ന് ഹാശിമിന്റെ മക്കളെ ബനു ഹാശിമിനെ അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. വസ്തഫാനി മിൻ ബനി ഹാശിം, ബനു ഹാശിമിൽ നിന്ന് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ഹദീസുകളുണ്ട്. ഒരു ഹദീസിന്റെ റിപ്പോർട്ടിൽ കാണാം, വജഅലനീ മിൻ ഖൈരി ബുയൂതിഹിം വഅന ഖൈറുഹും നഫ്സൻ വഖൈറുഹും ബൈത്താ, ഞാൻ ശരീരം കൊണ്ടും ഏറ്റവും ഉത്തമനാണ്, കുടുംബം കൊണ്ടും ഏറ്റവും ഉത്തമനാണ്, ഞാൻ ഏറ്റവും ഉത്തമരിലായി വന്നവനാണ്. ഇങ്ങനെയുള്ള ഹദീസുകൾ വിവരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നൽ ഹദീസ മുസർരിഹത്തുൻ ലഫ്ളൻ ഫീ അക്സരിഹി വമഅനൻ ഫീ കുല്ലിഹി അന്ന ആബാ അന്നബി ഗൈറുൽ അംബിയാഇ വഉമ്മഹാതിഹി, അന്ന ആബാ അന്നബി ഗൈറുൽ അംബിയാഇ വഉമ്മഹാതിഹി ലാ ആദമ വഹവ്വ ലൈസ ഫീഹിം കാഫിറുൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപ്പാപ്പമാരുടെ കുടുംബം, ഉമ്മാമമാരുടെ കുടുംബം, അതേ അമ്പിയാക്കൾ, ആ അമ്പിയാക്കളല്ലാത്ത പലരും ഉണ്ടല്ലോ, പക്ഷേ ആ കൂട്ടത്തിലൊന്നും തന്നെ ഒരൊറ്റ വിശ്വാസിയുമില്ല. കാരണം ലിഅന്നൽ കാഫിറ, എന്തുകൊണ്ടെന്നാൽ അവിശ്വാസിയായ മനുഷ്യൻ ലാ യുഖാലു ഫീ ഹഖ്ഖിഹി ഇന്നഹു മുഖ്താറുൻ വലാ കരീമുൻ വലാ താഹിറുൻ, അതേ അവിശ്വാസിയായ
സംശുദ്ധനായ മനുഷ്യനെ പറ്റി സംശുദ്ധനെന്നോ കരീമെന്നോ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെന്നോ പറയില്ലല്ലോ. ഹദീസിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉപ്പാപ്പമാരെയും ഉമ്മാമമാരെയും തെരഞ്ഞെടുക്കപ്പെട്ടവരെന്നല്ലേ പറഞ്ഞത്. ബൽ നജസുൻ കമാ ഫീ ആയതി ഇന്നമൽ മുശ്രികൂന നജസ്, മുശ്രിക്കീകൾ നജസാണ് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് തെരഞ്ഞെടുക്കപ്പെട്ട ബാപ്പമാരിലൂടെയാണ് ഉമ്മമാരിലൂടെയാണ് എന്റെ ജന്മമെന്ന് പറഞ്ഞെങ്കിൽ ആ നജസിൽപ്പെട്ടവരല്ല, മുശ്രിക്കീങ്ങളല്ല, അവിശ്വാസികളല്ല, മറിച്ച് അവര് സംശുദ്ധരായ മഹാന്മാരാണ് വിശ്വാസരംഗത്തെന്ന് വ്യക്തമാണല്ലോ. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, വഖദ് സറഹത്തിൽ അഹാദീസു സാബിഖത്തു ബിഅന്നഹും മുഖ്താറൂന വഅന്നൽ ആബാ കിറാമുൻ വൽ ഉമ്മഹാതു താഹിറാത്തുൻ. ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, വഅയ്ളൻ ഫഹും ഇലാ ഇസ്മാഈല കാനൂ മിൻ അഹ്ലിൽ ഫത്രതി. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തിന് ശേഷം മക്കയിലുണ്ടായിരുന്ന കക്ഷികൾ ഫത്രത്തിന്റെ കക്ഷികളാണ്. അതുകൊണ്ട് തന്നെ അവര് ശിക്ഷിക്കപ്പെടുന്ന കക്ഷികളല്ല. താക്കീത് ചെയ്യാനൊരു റസൂല് വന്നിട്ടില്ലെന്ന് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞതല്ലേ. വഹും മിൻ ഹുക്മിൽ മുസ്ലിമീന ബിനസ്സിൽ ആയത്തി, പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ തെളിയിക്കപ്പെടുന്നു. അവർ മുസ്ലിമീങ്ങളുടെ വിധിയിലാണ് ഉൾപ്പെടുത്തേണ്ടത്. അവർ അവിശ്വാസികളായി പ്രഖ്യാപിച്ച് നരകത്തിലാണെന്ന് വിധിക്കാൻ പാടില്ല. പിന്നെയും വിശദീകരിച്ചിട്ട് മഹാനവർ അവസാനം പറഞ്ഞു, വഹാദാ ഹുവൽ ഹഖ്, ഇതാണ് സത്യം ജനങ്ങളെ, ഇത് നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ മിനഹുൽ മക്കിയ ഫീ ശർഹിൽ ഹംസിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. എന്നാൽ സഹോദരന്മാരെ, അതേ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ, അവിടെ ആ ഇമാമിങ്ങളൊക്കെ കണ്ട ഒരു ഹദീസുണ്ട്. ഇന്ന അബീവ അബാക ഫിന്നാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ബാപ്പയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ നിന്റെ ബാപ്പ നരകത്തിലാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിച്ച് കരയാൻ നോക്കുന്നത് കണ്ടപ്പോ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന അബീവ അബാക ഫിന്നാർ, നിന്റെ അബും നിന്റെ ബാപ്പയും എന്റെ ബാപ്പയും നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ഖുർആനിനെതിരെ പറയുമോ? ഒരിക്കലും പറയില്ല. മറ്റ് ഹദീസിന് വിരുദ്ധമായി സംസാരിക്കുമോ? ഇല്ല. അപ്പോൾ ഈ ഹദീസിന്റെ മാന എന്താണ്? ഇമാമിങ്ങൾ പറഞ്ഞു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയായ അബൂലഹബ് നരകത്തിലാണെന്ന് ഖുർആനിലുണ്ട്. ആ അബൂലഹബിനെ സംബന്ധിച്ച് ബാപ്പ എന്ന് പ്രയോഗിച്ചതാണ്. ഖുർആനിൽ അങ്ങനെ പ്രയോഗിച്ച വേറെയും ചില സ്ഥലങ്ങളുണ്ട്. ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ്, അതേ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവർ, ആ സന്താന പരമ്പരയിൽപ്പെട്ടവർക്ക് ഇസ്മായിൽ നബി അലൈഹിസ്സലാം എളാപ്പയാണ്, അല്ലെങ്കിൽ മൂത്താപ്പയാണ്. മൂത്താപ്പയായ ഇസ്മായിൽ നബിയെ ബാപ്പ എന്ന് പറഞ്ഞത് ഖുർആനിലുണ്ടല്ലോ. അപ്പൊ മൂത്താപ്പയെയും എളാപ്പയെയും ബാപ്പ എന്ന് വിളിക്കാറുണ്ട്. ആ നിലയ്ക്ക് ആ വേദനിക്കുന്ന മനസ്സ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണത്. അല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ ഖുർആനിനെതിരെ പറയൂല, അവിടുത്തെ മറ്റ് ഹദീസിനെതിരായി പറയൂല എന്ന് ഇമാമിങ്ങൾ ആ വിഷയം വിശദീകരിച്ചിട്ടുണ്ടെന്നുകൂടി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞാനതാ ഓർമ്മയിൽപ്പെടുത്തട്ടെ. ഞാൻ സൂറത്ത് യാസീനിലേക്ക് തന്നെ മടങ്ങുന്നു. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. പരിശുദ്ധ ഖുർആൻ എത്ര തന്നെ തെളിവുകൾ കൊടുത്താലും സ്വീകരിക്കാത്ത ഒരു വിഭാഗമുണ്ടെന്ന് പഠിപ്പിച്ചു. പക്ഷേ അതിന്റെ പേരിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം നിർത്തിവെക്കാനോ അത് തുടരാതിരിക്കാനോ പാടില്ലെന്ന് പഠിപ്പിച്ചു. അത് പൂർണ്ണമായി ഏറ്റെടുത്ത ദൗത്യം നിർവഹിക്കണം. കണ്ടില്ലേ സുഹൃത്തുക്കളെ, ഈ വിഷയത്തിൽ ധാരാളം സംഭവങ്ങൾ പരിശുദ്ധ ഖുർആൻ എടുത്ത് ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞു, വസ്അൽഹും അനിൽ ഖറിയത്തില്ലതി കാനത് ഹാദിറത്തുൽ ബഹരി ഇദ് യഅദൂന ഫിസ് സബ്തി
إذ تأتيهم حيتانهم يوم سبتهم شرعا ويوم لا يسبتون لا تأتيهم كذلك نبلوهم بما كانوا يفسقون. മറ്റൊരു സൂറത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, അറാഫ് സൂറത്തിൽ, നബിയെ, അതേ മുൻകാലത്ത് മത്സ്യം പിടിക്കാൻ വേണ്ടി പോയൊരു കൂട്ടരുണ്ട്. അവരോട് വ്യക്തമായി പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ശനിയാഴ്ച ദിവസത്തെ ബഹുമാനിക്കണം, അന്ന് നിങ്ങൾ മത്സ്യം പിടിക്കാൻ പോകരുത്. പക്ഷേ അള്ളാഹുവിന്റെ പരീക്ഷണമെന്ന നിലക്ക് ശനിയാഴ്ച ദിവസം കടലിലുള്ള മത്സ്യങ്ങളൊക്കെ കരയുടെ സമീപത്ത് വന്നിങ്ങനെ തുള്ളുകയാണ്. എപ്പോഴും മത്സ്യത്തിന് ഇറങ്ങണമെന്ന് തോന്നുന്ന രൂപത്തിൽ തുള്ളുകയാണ്. ഓ ചെറുപ്പക്കാരേ, തിന്മയിലേക്ക് തെറിച്ചു പോകുന്ന ചെറുപ്പക്കാരെ, യുവാക്കളെ, സമൂഹത്തെ താക്കീത് ചെയ്ത് നിങ്ങൾ സത്യത്തിലേക്ക് വരണമെന്ന് പറയുന്ന പണ്ഡിതന്മാർ, അമ്പിയാക്കളുടെ അനന്തരക്കാർ, അവരോടത് പറയുമ്പോ വളരെ ലാഭമുള്ളതിനെതിരാണ് പറയുന്നത്, സുഖമുള്ളതിനെതിരാണ് പറയുന്നത്, ഞങ്ങൾക്ക് സന്തോഷമുള്ളതിനെതിരാണ് പറയുന്നത് എന്ന തോന്നൽ വരും. അത് പടച്ച റബ്ബിന്റെ വലിയ പരീക്ഷണമാണ്. മത്സ്യം നിങ്ങൾ ശനിയാഴ്ച പിടിക്കരുത്, ബാക്കി ഏത് ദിവസവും പോയി പിടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ശനിയാഴ്ച ദിവസം മത്സ്യമതാ സമീപത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന്റെ മേലെ പൊങ്ങി പൊങ്ങി മത്സ്യം കളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച മത്സ്യം പിടിച്ചാൽ ധാരാളം കിട്ടുമെന്ന് തോന്നുകയാണ്. അതാ ഖുർആൻ പറയുന്നു, വയൗമലാ യസ്ബിതൂന ലാ തഅതീഹിം. അവര് അതാ ശനിയാഴ്ച ബഹുമാനിക്കപ്പെടുന്ന ദിവസം, നമ്മൾ ഇന്ന് ജുമഅ ദിവസത്തെ ബഹുമാനിക്കും പോലെ അന്ന് അവർക്ക് ബഹുമാനിക്കപ്പെടാൻ നിർദ്ദേശിക്കപ്പെട്ട ദിവസമായിരുന്നു ശനിയാഴ്ച. ആ ശനിയാഴ്ച മത്സ്യം അതാ വളരെ മേലെ തന്നെ കളിക്കുകയാണ്. കദാലിക നബ്ലൂഹും ബിമാ കാനൂ യഫ്സുഖൂൻ. തോന്നിവാസം ചെയ്യുന്ന ജനങ്ങളെ നമ്മൾ പരീക്ഷിച്ചതാണതെന്ന് ഖുർആൻ പറയുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു കൂട്ടർ മത്സ്യം പിടിക്കാൻ വേണ്ടി അതാ പ്ലാൻ ഇടുന്നു, തീരുമാനിക്കുന്നു, ഇറങ്ങാൻ പോകുന്നു. അവിടെ കക്ഷികൾ 3 സംഘമായി പിരിയുന്നു. ഒരു സംഘം അവരതാ ആ കക്ഷികളുടെ കൂടെ മത്സ്യം പിടിക്കാൻ വേണ്ടി പോകാൻ ഒരുങ്ങുകയാണ്. ഒരു കൂട്ടർ, മക്കളെ നിങ്ങളത് ചെയ്യല്ല എന്ന് പറഞ്ഞ് വിരോധിക്കാൻ പോവുകയാണ്. വേറൊരു കൂട്ടർ മത്സ്യം പിടിക്കാനില്ല, അവരോട് വയത് പറയാനുമില്ല. പിടിക്കുന്നവര് പിടിക്കട്ടെ, പിടിക്കാത്തവര് പിടിക്കണ്ട, ഞങ്ങളൊന്നിനുമില്ല എന്ന് പറഞ്ഞൊരു കൂട്ടർ മാറി നിൽക്കുകയാണ്. ഈ 3 കക്ഷികൾ ഉണ്ടായപ്പോ ഖുർആൻ പറയുന്നു, വഇദ് ഖാലത് ഉമ്മത്തും മിൻഹും ലിമ തഅദൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുഹും വ മുഅദ്ദിബുഹും അദാബൻ ശദീദാ. അവരെന്തായാലും നന്നാകൂല, അവരെന്തായാലും മാറൂല, അവരെന്തായാലും തെറ്റ് ചെയ്യും, തെറ്റ് വിശ്വസിക്കും. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ വയത് പറയുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ പ്രസംഗം നടത്തുന്നത്? പ്രസംഗിച്ചിട്ടാരോ ആരെങ്കിലും അതിൽ നിന്ന് മാറുമോ? ആരെങ്കിലും അതിൽ നിന്ന് പിൻവാങ്ങുമോ എന്ന് ചോദിക്കുന്നൊരു സമൂഹം, ഒരു സമൂഹം, അത് നമുക്ക് നോക്കേണ്ടതില്ല. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുമിനൂൻ. അവർക്കത് ബാധകമല്ല. പക്ഷേ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ നിർവഹിക്കണമെന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. ഈ ആശയം മുറുകെ പിടിച്ച് ജീവിക്കുന്ന കക്ഷികൾ അവര് പറയുകയാണ്, അത് നമുക്ക് നോക്കണ്ട. ഖാലൂ മഅ്ദിറത്തൻ ഇലാ റബ്ബിക്കും. നമ്മൾ വഅദ് പറയുന്നത്, നമ്മൾ പ്രസംഗം നടത്തുന്നത്, നമ്മൾ ഉപദേശിക്കുന്നത് പടച്ച റബ്ബിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് കഴിയുന്നത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാഹ്. ഞങ്ങൾ പഠിച്ചത് പറഞ്ഞിട്ടുണ്ട് അല്ലാഹ്. ഞങ്ങൾ അവരോട് ഉപദേശിച്ചിട്ടുണ്ട് അല്ലാഹ്. ആ തെറ്റിലേക്ക് പോകരുതെന്ന്, ആ തെറ്റായ വഴിയിലേക്ക് നീങ്ങരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലാഹ് എന്ന് പടച്ചവരോട് നമുക്ക് പറയണമല്ലോ. വലഅല്ലഹും യത്തഖൂൻ. അവര് നന്നാകുന്നുണ്ടോ ഇല്ലേന്ന് നമ്മൾ നോക്കണ്ട. അവരതൊക്കെ സൂക്ഷിക്കുമെന്ന നിലക്ക് തന്നെ, പറഞ്ഞാൽ ഉപകാരം ലഭിക്കുമെന്ന നിലക്ക് തന്നെ നമ്മളെ ഉപദേശം നമ്മൾ ചെയ്യേണ്ടതുണ്ടല്ലോ. മഹാന്മാര് പറഞ്ഞ മറുപടി ഖുർആൻ എടുത്തു പറയുന്നു. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി. ഖുർആൻ പറയുകയാണ്, അവരോട് ആ സത്യമായ ആശയം പറഞ്ഞു കൊടുത്തപ്പോ അത് അംഗീകരിക്കാതെ തള്ളിക്കൊണ്ട് ഞങ്ങൾ മത്സ്യം പിടിക്കും, എന്താ വരിക കാണാമല്ലോ എന്ന നിലക്ക് മത്സ്യം പിടിക്കാൻ പോയ കക്ഷികളുണ്ട്. എന്നാൽ ഖുർആൻ പറയുന്നു, അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂഇ വഅഖദ്നല്ലദീന ളലബൂ ബിഅദാബിൻ ബൈസിൻ ബിമാ കാനൂ യഫ്സുഖൂൻ.
ഓ ജനങ്ങളെ, നിങ്ങളെ തെറ്റ് ചെയ്യല്ല, നിങ്ങൾ അതിലേക്ക് പോകല്ല എന്ന് പറഞ്ഞ കക്ഷികളെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് നബിയെ. തെറ്റ് ചെയ്ത കക്ഷികളെയോ അവരെ നമ്മൾ കടുത്ത അദാബ് കൊണ്ട് ശിക്ഷിച്ചിട്ടുണ്ട് നബിയെ. എന്താണ് അവർക്ക് ദുനിയാവിൽ കൊടുത്ത ശിക്ഷ? فلما عتوا عما نهوا عنه قلنا لهم كونوا قردة خاسئين. മത്സ്യം പിടിക്കരുത് ശനിയാഴ്ച എന്ന് പറഞ്ഞ് ശനിയാഴ്ചയെ ബഹുമാനിക്കാൻ പറഞ്ഞപ്പോൾ ആ ബഹുമാനം വേണ്ടെന്ന് പറഞ്ഞ്, എന്ത് ബഹുമാനം? സുബ്ഹാനല്ലാഹ്, അല്ല ബഹുമാനിച്ച ദിവസങ്ങളെ ബഹുമാനത്തെ ചോദ്യം ചെയ്യുന്നവരില്ലേ? അല്ല ബഹുമാനിച്ച ജനങ്ങളെ ചോദ്യം ചെയ്യുന്നവരില്ലേ? അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയപ്പോ അവരെ നമ്മൾ ശിക്ഷിച്ചു നബിയെ. എന്താ ചെയ്തത്? കൂനൂ ഖിറദതൻ ഖാസീൻ, നിങ്ങളെല്ലാം നിന്ദ്യരായ കുരങ്ങുകളാകൂ. അല്ലാഹുവിന്റെ ഓർഡറാണ്, അല്ലാഹുവിന്റെ ഉത്തരവാണ്. നിന്ദ്യരായ കുരങ്ങുകളായിക്കോളൂ എന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അവരെല്ലാം വെറും കുരങ്ങുകളായി മാറിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ അദ്രീ മാ ഫഅല ബിൽ ഫിർഖത്തി സാകിത. 3 വിഭാഗമാണല്ലോ അവിടെ ഉണ്ടായത്. ഒരു വിഭാഗം ഏതാണ്? ഒരു വിഭാഗം മത്സ്യം പിടിക്കാൻ പോയവർ, മറ്റൊരു വിഭാഗം മത്സ്യം പിടിക്കല്ലേ, ശനിയാഴ്ചയുടെ ബഹുമാനം തകർക്കല്ലേ എന്ന് ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞവർ. മൂന്നാമത്തൊരു കൂട്ടരോ ബഹുമാനിക്കുന്നവർ ബഹുമാനിക്കട്ടെ, ബഹുമാനിക്കാത്തവർ ബഹുമാനിക്കണ്ട, നമ്മളെന്തിനാണ് അത് പറയാൻ പോകുന്നത് എന്ന് പറയുന്ന 3-ാം കക്ഷി. ഇങ്ങനെ 3 കക്ഷിയുണ്ടല്ലോ. ആ കക്ഷികളിൽ വിരോധിച്ച കക്ഷികളെ, നിങ്ങളത് ചെയ്യരുതെന്ന് പറഞ്ഞ കക്ഷികളെ നമ്മൾ രക്ഷപ്പെടുത്തി എന്ന് അല്ലാഹ് വ്യക്തമായി പറഞ്ഞല്ലോ. തെറ്റ് ചെയ്യാൻ പോയവരെ അല്ലാഹ് ശിക്ഷിച്ചു എന്നും ഖുർആൻ പറഞ്ഞല്ലോ. എന്നാൽ 3-ാം കക്ഷിയില്ലേ, തെറ്റ് ചെയ്യുന്നവരെ എതിർക്കാൻ പോണ്ട, തെറ്റ് പറയുന്നവരെ എതിർക്കാൻ പോണ്ട, അസത്യം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ വേണ്ടണ്ട എന്ന് പറയുന്ന ഒരു കക്ഷിയില്ലേ. ആ കക്ഷികളെ അല്ലാഹ് എന്താ ചെയ്തത് എന്നറിയുന്നില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. പക്ഷെ അവരും അതിനെ വെറുക്കുന്നവരായതുകൊണ്ട്, അതിനെ അവരും ഇഷ്ടപ്പെടാത്തവരായതുകൊണ്ട് അവരും രക്ഷപ്പെട്ടിട്ടുണ്ടാകാം എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ഖുർആനിൽ അവരെ രക്ഷപ്പെട്ടവരുടെ ലിസ്റ്റിൽ പെടുത്തിയില്ല. കാരണം അവർ പറയേണ്ട സമയത്ത് പറഞ്ഞില്ല. പറയാനിറങ്ങുന്ന കക്ഷികളോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് മാറി നിന്ന് കളഞ്ഞു. ഒരിക്കലും തന്നെ അമ്പിയാക്കൾക്കോ അവരുടെ അനന്തരക്കാരായ പണ്ഡിതന്മാർക്കോ സത്യത്തിനെതിരായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോ അതിനെതിരെ മിണ്ടാതിരിക്കാൻ നിർവാഹമില്ല. സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അവർക്ക് നിങ്ങൾ താക്കീത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു കൂട്ടർക്ക് സമമാണ്, തുല്യമാണ്. പക്ഷേ അതിന്റെ പേരിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർവാഹമില്ല. പരിശുദ്ധ ഖുർആൻ അതാ പറയുന്നത്. അതേ, ലഖദ് ഹഖൽ ഖൗലു അലാ അക്തരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. അവരിൽ ഒരു കൂട്ടര്, ആ കക്ഷികൾ സത്യത്തിലേക്ക് വരൂല, ശരി. പക്ഷേ മറ്റൊരു കൂട്ടരുണ്ടിവിടെ. ലഖദ് ഹഖൽ ഖൗലു അലാ അക്തരിഹിം فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون. ഇത് പറഞ്ഞ ഉടനെ ആർക്കാണ് വഅദ് ഫലം ചെയ്യുന്നത്, ആർക്കാണ് പ്രബോധനം ഫലം ചെയ്യുന്നത്? അങ്ങനെ ഒരു കൂട്ടരും ഇവിടെ ഉണ്ട്. അതിനെപ്പറ്റി റബ്ബ് പറയുകയാണ്, എല്ലാവരെയും തള്ളേണ്ടതില്ല, ആരും നന്നാകൂലെന്ന് വിചാരിക്കേണ്ടതില്ല. അതൊക്കെ ഫലം ചെയ്യുന്ന ഒരു കൂട്ടരിവിടെയുണ്ട്. ഇന്നമാ തുൻദിറു മനിത്തബഅ الذിക്റ വഖശിയ الرحمن بالغيب
മുജീബ് ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. ഓ നബിയേ, തങ്ങളെ താക്കീത് ഫലവത്താകുന്നത് ആർക്കാണ്? മനിത്തബഅ ദിക്റ, ഏറ്റവും വലിയ ഉത്ബോധനമായ, ഏറ്റവും വലിയ ദിക്റായ, അതേ ശ്രദ്ധയിൽപ്പെടാത്ത വിഷയങ്ങൾ, സത്യത്തിന്റെ ആശയങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും അത് പിന്തുടരുന്ന ഒരു കൂട്ടരുണ്ട്. ഖുർആനിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ആ കക്ഷികൾ ആ ഖുർആനോദി ഉത്ബോധനം നടത്തുമ്പോൾ അത് പിന്തുടരുന്ന ഒരു കക്ഷികളുണ്ട്. അവർക്കാണ് തങ്ങളുടെ താക്കീത് ഫലം ചെയ്യുന്നത്. അവരുടെ സ്വഭാവം എന്താണ്? അവരുടെ മനസ്സ് ഉറച്ച മനസ്സല്ല. അവരുടെ മനസ്സ് ഉറച്ച പാറ പോലെയുള്ള മനസ്സല്ല. അതേ, നല്ലൊരു മാന്യൻ വിത്തൊരു കല്ലിൽ വിതച്ചാൽ അത് കരികേയുള്ളൂ. എത്ര വലിയ മാന്യനാണെങ്കിലും വിത്ത് കൊണ്ടുപോയി കല്ലിൽ വിതച്ചാൽ അത് കരിഞ്ഞു പോകലാണ് പതിവ്. അതേ സമയത്ത് സുഹൃത്തുക്കളെ, അതേ നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണെങ്കിൽ ആ മണ്ണിൽ കൊണ്ടുപോയി വിത്ത് വിതക്കുന്ന വ്യക്തി ആരാണെങ്കിലും ശരി, അത് മുളച്ചുയരുമല്ലോ. എങ്കിൽ പിന്നെ ആ വിത്ത് എങ്ങനെ മുളപ്പിക്കണം, അതിനെന്ത് വളം ചേർക്കണം, ഏത് വിധത്തിൽ കൃഷി ചെയ്യണം എന്നറിയുന്ന, അതിന് ആധികാരികമായ പവറുള്ള റസൂലാണെങ്കിലോ, അതേ അത് പഠിച്ച പണ്ഡിതനാണെങ്കിലോ അത് ഫലവത്താണല്ലോ പലർക്കും. ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ വഖശിയർ റഹ്മാന ബിൽ ഗൈബ്. അല്ലാഹു എന്റെ രഹസ്യമറിയുന്നു, അല്ലാഹു എന്റെ പരസ്യമറിയുന്നു. അവനാണ് എനിക്ക് വെള്ളം തരുന്നത്, ഭക്ഷണം നൽകുന്നത് എന്ന നിലക്ക് ആ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന കക്ഷികൾ, അതുപോലെ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ കക്ഷികൾ, അത്തരം കക്ഷികൾക്ക് അവരതാ ഖുർആനിലെ ഉത്ബോധനം പിന്തുടരുന്ന കക്ഷികളാണ്. അവർക്ക് തങ്ങളുടെ വഅദും പ്രസംഗവും അങ്ങയുടെ താക്കീതും ഉത്ബോധനവും ഫലം ചെയ്യും നബിയേ. ആർക്കും ഫലം ചെയ്യാതെയല്ല, ഫലം ചെയ്യുന്നൊരു കൂട്ടരിവിടെയുണ്ട്. ഒരുപാട് ആളുകൾ ഫലം ചെയ്യാത്തവരാണെന്നത് ശരി, പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. പടച്ച റബ്ബിലേക്ക് മനസ്സ് തിരിച്ച, പടച്ചവനെ ഭയപ്പെടുന്നവർ അവർക്കതാ ഫലം ചെയ്യുക തന്നെ ചെയ്യും. അത്തരം കക്ഷികൾക്ക് എന്താണ് ഉള്ളത്? ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. അവർക്ക് പടച്ച റബ്ബിൽ നിന്നുള്ള മാപ്പുണ്ട്. അവരുടെ ജീവിതത്തിൽ പാളിച്ച പറ്റിപ്പോയോ, അവരുടെ ജീവിതത്തിൽ ദുർബല നിമിഷത്തിൽ തെറ്റ് ചെയ്തു പോയോ, അവരുടെ ജീവിതത്തിൽ അബദ്ധം വന്നുപോയോ, പക്ഷേ അവർക്ക് ഉത്ബോധനം നടത്തുമ്പോ, അവർക്ക് വഅദ് പറഞ്ഞു കൊടുക്കുമ്പോ, അവർക്ക് ഖുർആനോദി അവരെ സത്യത്തിലേക്ക് വിളിക്കുമ്പോ പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് ഉത്ബോധനം ഫലം ചെയ്യുന്ന കക്ഷികൾ അവരെ ജീവിതത്തിന് മാറ്റം വരുത്തുന്നു. നിസ്കരിക്കാത്തവൻ നിസ്കാരം ആരംഭിക്കുന്നു, നോമ്പെടുക്കാത്തവൻ നോമ്പ് ഖളാ വീട്ടാൻ തുടങ്ങുന്നു, മദ്യപിക്കുന്നവൻ അത് നിർത്താൻ തയ്യാറാകുന്നു, കഞ്ചാവ് വലിക്കുന്നവൻ അത് വലിച്ചെറിയുന്നു, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവൻ അത് നിർത്തിവെക്കുന്നു, സംഘന്മാരെ നിസാരപ്പെടുത്തുന്നവൻ അതാ അവൻ ആ പരിപാടി നിർത്തിവെക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഔലിയാക്കളെ കുറ്റം പറഞ്ഞവൻ അതിൽ നിന്ന് പിന്മാറുന്നു, അമ്പിയാക്കളെ ബഹുമാനിക്കാത്തവൻ ബഹുമാനിക്കുന്ന രംഗത്തേക്ക് വരുന്നു, ആവശ്യമില്ലാത്തത് സംസാരിക്കുന്നു അവന്റെ സംസാരം നിർത്തി ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുന്നു, അറിയാതെ പലതും പറയുന്നവൻ അവന്റെ അറിവ് കേടുകൊണ്ട് പറയുന്നത് നിർത്തിവെക്കുന്നു. അതുപോലെ തന്നെ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും ഏതെങ്കിലും പത്രത്തിൽ കാണുന്നതിന്റെ പേരിലോ, ഏതെങ്കിലും വിഷയങ്ങൾ കേൾക്കുന്നതിന്റെ പേരിലോ, ഏതെങ്കിലും ഒരു മനുഷ്യനെ ഗീബത്ത് പറയാനോ, ഒരു മനുഷ്യനെ കള്ളനാക്കാനോ, ഒരു മനുഷ്യനെ കുറ്റം പറയാനോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും എവിടുന്നെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിന്റെ പേരിൽ കുറ്റം പറയാനോ, തെറി പറയാനോ, ചീത്ത പറയാനോ അവൻ തയ്യാറാകുന്നില്ല. അവന്റെ ജീവിതത്തിന് മാറ്റം വരികയാണ്. അവനവന്റെ രഹസ്യം അല്ലാഹു അറിയുന്നു എന്ന ചിന്തയിലാണ്.
ചിന്തയിലാണ്, പരസ്യം അല്ലാഹ് അറിയുന്നു എന്ന ചിന്തയിലാണ്. ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. കാതുകൊണ്ട് എന്തും കേട്ടുകൂടാ, കണ്ണുകൊണ്ട് എന്തും നോക്കിക്കൂടാ, ഹൃദയത്തിൽ എന്തും ചിന്തിച്ചുകൂടാ, അറിവില്ലാത്തതൊന്നും പറഞ്ഞുകൂടാ, ഉറപ്പില്ലാത്തത് പറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ദീനിന്റെ ഖുർആനിന്റെ ആശയങ്ങൾ അവൻ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകുന്നു. അങ്ങനെയുള്ള മനുഷ്യന് അതുവരെ വന്നുപോയ തെറ്റുകളിൽ അവന്റെ മനസ്സിന് ഖേദമുണ്ടാകുമ്പോൾ, അതുപോലെ അവിശ്വാസത്തിൽ കുടുങ്ങിയ മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവന് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ, ബിമഗ്ഫിറത്തിൻ വ അജ്രിൻ കരീം. അവന് പടച്ച റബ്ബ് പുറത്തു കൊടുക്കുന്ന നാഥനാണ്, അവൻ വല്ലാത്ത പ്രതിഫലം കൊടുക്കുന്ന രാജാവാണ്. പടച്ച റബ്ബിന്റെ നോട്ടം മനസ്സിലേക്കാണ്.